അപ്പോൾ ഇന്നൊരു ചിൽ ഔട്ട് വീഡിയോ ആണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇതാ കറങ്ങാൻ പോവാണ്. ജസ്റ്റ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീവിന് വന്നപ്പോൾ മീറ്റ് ചെയ്യാറുണ്ട്, അങ്ങനെ മീറ്റ് ചെയ്തതാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് അക്കരെ പോവാണ്. അവിടെ നിന്നാകുമ്പോൾ പിന്നെ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ബസ് വേഗം കിട്ടാൻ എളുപ്പത്തിന് അക്കരക്ക് പോയി. അങ്ങനെ ഒരു 5-10 മിനിറ്റ് നിന്നപ്പോഴത്തേനും അവിടെ നിന്ന് ബസ് കിട്ടി. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല എവിടേക്കാണ് പോകണമെന്നുള്ളത്. അപ്പോൾ ഓളിങ്ങനെ നമുക്ക് പോവാ പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞാൽ എന്നാൽ നമുക്ക് പോവാമല്ലോ പറഞ്ഞിട്ട് ഇവിടെ തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും കണ്ടിട്ടില്ല, അങ്ങനെ രണ്ടും ആയല്ലോ. അങ്ങനെ ഞങ്ങളിതാ പോയി. അവിടെ എത്തിയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എത്തിയ ടൈമിൽ കേട്ടോ. ഒന്നും പ്രത്യേകിച്ച് വാങ്ങണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടുവരാമല്ലോ എന്നുള്ളതിലാണ്. പക്ഷെ നല്ല സാധനങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ഓഫേഴ്സൊന്നും വലിയ കാര്യമായിട്ട് കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ എടപ്പാളാണ് ഓഫേഴ്സ് ഇടുന്നതെന്ന്. ഇനി ഓഫേഴ്സിൻ്റെ ടൈം ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ കാര്യമായിട്ട് വാങ്ങാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടുമില്ല. ജസ്റ്റ് അവിടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നു, എല്ലാം ഒന്ന് നോക്കി. പിന്നെ ഓളെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് എന്നോട് പറയുന്നുണ്ട് എന്തിനാ എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കണ വല്ല പൊട്ടന്മാരെ പോലെയെന്ന്. ജസ്റ്റ് വെറുതെ ഇങ്ങനെ പിടിച്ച് ഒരു കോളേജിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കൈ പിടിച്ചിട്ടുള്ള നമുക്ക് ആ ഒരു ലെവലിൽ ഇങ്ങനെ നടന്നതാണ്. അത്യാവശ്യം വലിയ നെസ്റ്റോ ആണ് ഇട്ടത്. പിന്നെ ഹൈപ്പർ മാർക്കറ്റ് ആകുമ്പോൾ പിന്നെ വലിപ്പമുണ്ടാവുമല്ലോ. അല്ല, നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് കാണാൻ തന്നെ കുറേ ഉണ്ട്. ഞാനെല്ലാം ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോവുകയും ചെയ്ത്. നമുക്ക് താഴെ എന്തൊക്കെയുണ്ട്, നെക്സ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കി പോകാമല്ലോ പറഞ്ഞിട്ട് ജസ്റ്റ് എല്ലാം ഇങ്ങനെ കണ്ട് പോവുകയും ചെയ്തത്. പിന്നെ ആൾക്കാരൊക്കെ നല്ല പർച്ചേസിലാണ്. അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മോൾക്ക് എന്തെങ്കിലും വാങ്ങാമല്ലോ വെച്ചിട്ടും സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നോക്കിയപ്പോൾ എനിക്ക് അത്ര ഫ്രഷ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ പിന്നെ അവിടെ തന്നെ വെച്ച്. പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഒരു സാധനം കണ്ടപ്പോൾ പിന്നെ കണ്ണ് തള്ളിപ്പോയി. ചീനമുളകിന് എന്തോരു വിലയാണ് അവിടെ വെച്ചിട്ടാ. 799 ആണ് ഒരു ചെറിയ ബോക്സ് ചീനമുളകിൻ്റെ റേറ്റ്. ഞമ്മക്കൊക്കെ കുറച്ച് അവിടെ കൊണ്ടുപോയി വിറ്റാൽ മതിയായിരുന്നു. പിന്നെ ഓരോന്ന് നോക്കുന്നുണ്ട്, വെറുതെ നോക്കണേ. കാണുമ്പോൾ ഓരോ കൗതുകമല്ലേ, അപ്പം അങ്ങനെ നോക്കിയെന്നുള്ളൂ. അങ്ങനെ ഞങ്ങളൊക്കെ ചുറ്റിക്കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മേലെ പോയി. അപ്പോൾ മേലെ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. മേലെ നമുക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളുണ്ട്, പക്ഷെ നമ്മളൊന്നും എടുത്തില്ല കേട്ടോ. കിഡ്സിൻ്റെ സെക്ഷനുണ്ട്, ഫുഡ് വെയർ ഉണ്ട്, ബാഗുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാം ഒന്ന് നോക്കി കണ്ടു വന്നു. ഒന്നും വാങ്ങാൻ തന്നില്ല. ബേബീസിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും മേലെ ഉണ്ട്. അങ്ങനെ പിന്നെ ഗേൾസിൻ്റെ ഫേവറേറ്റ് ഐറ്റംസൊക്കെ ഉണ്ട്. നല്ല ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുള്ള ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ക്വാളിറ്റി ബാഗുകളാണുള്ളത്. നല്ല രസമുള്ള കളക്ഷനായിരുന്നു. പിന്നെ നമ്മൾ എടുത്തില്ല, പ്രത്യേകം പറയണ്ടല്ലോ. അങ്ങനെ പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് മിറർ കണ്ടപ്പോൾ അതിൻ്റെ മുന്നിലുള്ള ഷോ ആണ്. മിറർ എവിടെയും നമുക്ക് അധികം കാണാൻ പറ്റില്ല. ഫസ്റ്റായിട്ടാണ് ഞാൻ ഇവിടെ ഒരു മിറർ കണ്ട്. മാളിലധികം മിററൊന്നും കാണാൻ പറ്റില്ല. മറ്റേ നമ്മൾ മാളിൽ പോയ എപ്പോഴും ഫോട്ടോസ് എടുക്കലല്ലേ, അങ്ങനത്തെ ഒരു മിറർ കണ്ടപ്പോഴുള്ള പ്രഹസനമാണത്.
അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാനും ജസ്റ്റ് നോക്കി. എനിക്ക് വലിയ മേനായിട്ടൊന്നും തോന്നിയില്ല. ഒരു പാൻറ് ഇഷ്ടപ്പെട്ട്, പിന്നെ ഞാനത് അവിടെ വെച്ചു. പിന്നെ എന്താണ് ഇനി അടുത്ത ഫ്ലോറിലെല്ലാം കൂടെ നോക്കിയിട്ട് പോകാമല്ലോ വിചാരിച്ച് അവിടെ പോയപ്പോൾ ഒന്നുമില്ല. അവിടെ ഫുഡ് കോർട്ടും പിന്നെ പ്രെയർ ഹാളും വാഷ് ഏരിയ ഒക്കെയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഫുഡ് പക്ഷേ നമ്മളതൊന്നും നോക്കിയില്ല, പുറത്തുനിന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അങ്ങനെ ഞങ്ങൾ നേരെ കോഫി ക്രീമിലെത്തി. അങ്ങനെ ഇനി ഇവിടെ ഉള്ള കുറച്ച് ഷോ ആണ് ഞങ്ങൾ കാണാൻ പോണത്. ഓർഡറൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ അതെത്താനും കുറച്ച് ടൈം എടുത്തിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ എത്തി. അങ്ങനെ പിന്നെ നമ്മൾ കഴിച്ചു തുടങ്ങിയിട്ടാണ്. പിസ്സ എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല, എനിക്ക് വേറെ കഴിച്ചതിലും വലിയ ടേസ്റ്റ് തോന്നിയില്ല. പിന്നെ ഫലൂദ അടിപൊളിയായിരുന്നു, റോയൽ ഫലൂദ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ഫ്ലേവർ ആയിരുന്നു, നല്ല ഐസ്ക്രീം ആയിരുന്നു, നല്ല ക്വാളിറ്റി ഐസ്ക്രീം ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ലേറ്റായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ, പിന്നെ ബസ് കിട്ടാൻ നമുക്ക് ഒരുപാട് ലേറ്റായി. അങ്ങനെ ഞാനിതാ എൻ്റെ നാട്ടിലെത്തി. ഞാനങ്ങനെ മോളിനോട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഓൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, ഓൾക്ക് പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ വീട്ടിലെത്തി. അത് കൊടുത്ത് അപ്പോൾ അതാ ഓരോന്നായിട്ട് ആളെന്നെ എടുക്കുന്നുണ്ട്. ഹാപ്പിയായി. പിന്നെ ഈ അമ്മക്കൊരു ഷവർമയും കൂടെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ.